ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ വിഷ്വലൈസേഷൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് വിഷ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? നമ്മുടെ വിചാരങ്ങൾ എന്ന് പറയുന്നത് ഊർജ്ജമാണ്. അപ്പോൾ ഈ ഊർജ്ജത്തെ നമുക്കൊരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ മാത്രമേ അവിടെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ നടത്തുന്നതിന് മുൻപ് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് എന്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്യുക എന്നാണ്. രണ്ടാമത്തേത്, നമ്മൾക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഊർജ്ജത്തെ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. യൂണിവേഴ്സ് എന്ന് പറയുന്നൊരു ഹോളോഗ്രാമാണ്. അപ്പോൾ നമ്മൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രൊജക്ഷൻ 3D വേൾഡിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമ്മുടെ മസ്തിഷ്കത്തിൽ ന്യൂറോൺസുകൾ ഫയർ ചെയ്യുകയും വയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കുകയും ഇമാജിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ഒരു ന്യൂറൽ പാത്വേയുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിന് അത് വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേത്, നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയും അത്തരത്തിലുള്ള ഇൻഫർമേഷൻസിനെ കൂടുതലായിട്ട് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എപ്പോഴും ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ എന്തിലാണോ വിഷ്വലൈസ് ചെയ്യുന്നത്, അതായത് ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതിനാൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ റൂമിൽ തന്നെ യെല്ലോ കളറുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുക. ശേഷം നിങ്ങൾക്ക് കണ്ണ് തുറന്ന റൂമിൽ നോക്കിക്കഴിയുമ്പോൾ യെല്ലോ കളറോ അതിനോടടുത്ത നിറമുള്ള എന്തെങ്കിലും ഒരു കളറ് വളരെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ മഞ്ഞ നിറമുള്ളൊരു കാറ് അതിനെപ്പറ്റി കൂടുതലായി ചിന്തിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാറുകൾ നിങ്ങൾ റോഡിൽ ഇറങ്ങി കഴിയുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ സാധിക്കും. അത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, പ്രത്യക്ഷപ്പെടുകയല്ല, പകരം ആ തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ഈ യൂണിവേഴ്സ് ഒരു ഹോളോഗ്രാമാണെന്ന് പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ 3D വേൾഡിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കും. അപ്പോൾ ചെയ്യേണ്ടത് ഇത് മാത്രം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ചൂസ് ചെയ്യുക. അതായത് ഇൻറ്റൻഷൻ, അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെപ്പറ്റി വ്യക്തത വരുത്തുക. ശേഷം അത് നേടിയ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ ആരംഭിക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. വീണ്ടും ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോസുമായിട്ട് വരാം. താങ്ക് യു.